അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്താണ് ശരിയായ മതം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബയ്യനയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ശരിയായ മതം എന്ന്. അപ്പോൾ നമ്മൾ ഒരു നല്ല മതവിശ്വാസിയായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ എന്താണ് എന്ന് അതിൽ ചുരുക്കി പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമാവുക എന്നുള്ളതാണ്. എന്ത് ലക്ഷ്യമാണോ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത്, ആ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ തൃപ്തിയും ആണെങ്കിൽ അത് കിട്ടും. അതാണ് ഏറ്റവും പ്രധാനം. വമാ ഉമിറു ഇല്ലാലി യഅ്ബുദുല്ലാഹ മുഖ്ലിസ്വൈന ലഹുദ്ദീൻ. കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട്. ആത്മാർത്ഥ നീയത്തിനെ പറ്റി പറയാനുള്ള ആയത്താണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിഷ്കളങ്കമായി ആത്മാർത്ഥമായി നമ്മളെ എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ സ്വർഗം അതു ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് തൗഹീദ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുക. അവൻ്റെ മഹത്വവും അവൻ്റെ ശക്തിയും അവൻ്റെ പ്രതാപവും അവൻ്റെ വിശേഷണങ്ങളൊന്നും മറ്റുള്ള ഈ നിസ്സാരന്മാരായ സൃഷ്ടികളിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകാതിരിക്കുക. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എന്താണ് ഹുനഫാ? എങ്ങനെ ആയിരിക്കണം എന്നറിയോ? എല്ലാം ശരിയാണെന്നുള്ളതല്ല. മറ്റുള്ള എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി മറ്റുള്ള എല്ലാ ആശയങ്ങളെയും ചിന്താധാരകളെയും ഉപേക്ഷിച്ച് നമ്മൾ ഈ ശരിയായ മതത്തെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. എന്നിട്ട് എന്താ പറയണത്? പിന്നെ വയുഖീമുസ്സലാത്ത്, നമസ്കാരം നിർത്തണം. വയുത്തു സക്കാത്ത്, സക്കാത്ത് കൊടുക്കണം. ഇവിടെ നിസ്കാരവും സക്കാത്തും എന്തുകൊണ്ടാണ് പറയാൻ കാരണം? അത് വളരെ പ്രാധാന്യമുള്ള രണ്ട് കർമ്മങ്ങളാണ് എന്നതുകൊണ്ട് മാത്രമാണോ? ഇമാം നാസിർ സാദി റഹ്മുല്ല ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് അതുകൊണ്ട് മാത്രമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഇവ അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മൾ ഈ നിസ്കാരവും അതേപോലെ തന്നെ ഈ സക്കാത്തും നമ്മൾ നൽകുന്നതിലൂടെ ശരീഅത്ത് മുഴുവനും നമ്മൾ അനുഷ്ഠിക്കുന്നതിന് സമമാണത്. ഇത് ചെയ്യുന്ന ആളുകൾ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിക്കുന്നതാണ്. അത്ര പ്രധാനമാണത്. നിസ്കാരം എന്നുള്ളത് നമ്മൾ മാനസികമായി അള്ളാഹുവിന് കാണിക്കുന്ന അങ്ങേയറ്റത്തെ വിധേയത്വമാണ്, ആരാധനയാണ്. അപ്പോൾ വളരെ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരാൾ അങ്ങനെ സുജൂദ് ചെയ്യാനും അള്ളാഹിന് മുന്നിൽ സമയത്ത് വരാനൊക്കെ തയ്യാറാകുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ആ സന്നദ്ധത എല്ലാ ആരാധനകളിലും ഉണ്ടാവും. എല്ലാറ്റിലും അവനത് പാലിക്കും. പിന്നെ സക്കാത്താണ്. സക്കാത്ത് എന്ന് നമ്മുടെ ആളുകൾക്ക് സഹായമായി കൊടുക്കുന്ന നമ്മുടെ സമ്പത്തിൻ്റെ ഹക്കാണത്. കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, കൊടുക്കാനുള്ള മനസ്സാണ്. ആ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇസ്ലാമിൽ എല്ലാം അവന് ചെയ്യാൻ പറ്റും, കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ. അപ്പോൾ അതും സക്കാത്തിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞു? വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ശരിയായ മതം. എന്താ ഈ ശരിയായ മതം എന്ന് പറഞ്ഞാൽ? അതായത് സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുന്ന ആളാണ് അയാൾ. എവിടേക്കാണത് പോവുക? ശരിയായ മതം വിശ്വസിച്ചാൽ നമ്മൾ സ്വർഗത്തിലെത്തും, നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലെത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആരാധനകൾ നിഷ്കളങ്കമാക്കാനും എന്ത് പ്രവർത്തനമാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു പ്രീതിക്ക് വേണ്ടി ആക്കാൻ ശ്രമിക്കുക. നമ്മുടെ തൗഹീദിൽ നമ്മുടെ ആരാധനകൾ ഒരിക്കലും ശിർക്ക് വരാതെ നമ്മൾ 100% എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നമസ്കാരം പരമാവധി നിഷ്കളങ്കമായും ആത്മാർത്ഥമായും നമ്മൾ നിർവഹിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നിർബന്ധമായും കൊടുക്കേണ്ട പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ മര്യാദക്ക് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാം, നമ്മൾ ശരിയായ മതത്തിലും ശരിയായ വിശ്വാസത്തിലുമാണെന്ന്.